Hi friends, welcome to Prajee Times. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു താറാവ് മപ്പാസ് കറി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇത് എടുത്തു വെച്ചിരിക്കുന്നത് ഗരം മസാലകളുടെ കൂട്ടാണ്. നമ്മളിവിടെ പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, പിന്നെ തക്കോലം, ഏലക്ക, പിന്നെ ജാതിപത്രി അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി കുരുമുളകും കൂടെ ചേർത്ത് അരയ്ക്കാൻ എടുക്കാം. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഫ്രോസൺ താറാവാണ്. ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് ഹോളായിട്ടാണ് ഇത് കിട്ടുക ഇവിടെ. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് നമ്മൾ നന്നായി വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് കഴുകി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഒരു 2 കഷ്ണം വലിയ ഇഞ്ചി, പിന്നെ നമ്മൾ ഒരു കുടം വെളുത്തുള്ളിയില്ലേ, അത്രയ്ക്ക് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിലൊരു 3-4 പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഗരം മസാലയുടെ കൂട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഗരം മസാലയുടെ കൂട്ടുകൾ ഇതാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കാം, കുറച്ച് വെള്ളം ചേർത്തിട്ട്. എന്നിട്ട് നമുക്കിത് താറാവിലേക്ക് ചേർത്ത് പിടിപ്പിക്കാം. അതിൻ്റെ കൂടെ അത് നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇത് നമ്മൾ അരച്ച പേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാം. നല്ല കട്ടിക്കാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാനുണ്ട്. നമുക്കൊരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിന് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. ഈവൻ താറാമുട്ട നമ്മൾ വറുക്കുവാണെങ്കിലും അതിൻ്റെ ഒരു ചേറിലൊക്കെ കിടന്നിട്ടുള്ള ഇതല്ലേ, അതുകൊണ്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുക അതിൻ്റെ ഒരു മണം മാറാൻ. നമ്മളിപ്പോൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഇത് വേവിച്ചെടുക്കുമ്പോൾ ഇതിൽ തന്നെ കൂടുതലും നെയ്യ് വന്നോളും. അപ്പം നമുക്കിത് വേവുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. ഇതിലിപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇവിടെ തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ആ അരച്ച ജാറിൻ്റെ ആ വെള്ളം കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഓൺ ചെയ്യുവാണ്. അപ്പോൾ നമുക്കിത് വെന്തിട്ട് കാണിച്ചു തരാം. ഇതപ്പോൾ ഇവിടെ നമ്മുടെ താറാവ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം മീറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊന്ന് ഒരു പീസ് എടുത്ത് നോക്കി. അപ്പോൾ ഇതിൽ വരുന്നത് മുഴുവൻ വന്നിരിക്കുന്ന നെയ്യാണ് നമുക്ക് കാണാം വെള്ളത്തിൽ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ തുടങ്ങാം. നമ്മളിവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇടാം. ഇവിടെ തണുപ്പായതുകൊണ്ട് അതിങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിന് നെയ്യ് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എണ്ണയുടെ അധികം ആവശ്യമില്ല. എങ്കിലും ഈ പറഞ്ഞത് ഈ സവാള ഒന്ന് വഴന്ന് വരാനുള്ള എണ്ണ ആഡ് ചെയ്താൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്, ഇതാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഒരു 2 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞത് ഇട്ടിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളി നന്നായി, അതായത് വളരെ സോഫ്റ്റായിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. ഒന്ന് പച്ചമണം പോട്ടെ, അതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുരുമുളക് പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ എരിവ് ഉണ്ടാവും. പിന്നെ പച്ചമുളക് ആഡ് ചെയ്ത് അരച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്താൽ മതി. നമുക്ക് ഇതൊന്ന് ആ പച്ചമണം പോയ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഇതൊന്ന് ഈ ഓണിയനൊന്ന് നന്നായിട്ട് എന്ത് വരാൻ വേണ്ടി ഞാൻ കുറച്ച് നമ്മുടെ കുക്കറിലുള്ള അതിന് വന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്തതാണ്. ഈ സമയത്ത് നമുക്ക് കറുവേപ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, കറുവേപ്പിൻ്റെ ഇല വാങ്ങിച്ചില്ല. ഇപ്രാവശ്യം പോയപ്പോൾ ഞാൻ ഫ്രിഡ്ജിലുണ്ടെന്ന് കരുതി. ഇപ്പോൾ കുറച്ചായിട്ട് ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മര്യാദയ്ക്കുള്ള നമ്മുടെ നാടൻ ഭക്ഷണങ്ങളും കുക്കിങ്ങും ഒന്നുമില്ല. അപ്പോൾ ഞാൻ കരുതി നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ബാക്കിയുണ്ടെന്ന് കരുതി നോക്കി. ഇവിടെ വന്ന് നോക്കുമ്പോൾ കറുവേപ്പിൻ്റെ ഇല ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നമുക്ക് കറുവേപ്പിൻ്റെ ഇല ഇപ്പോൾ ആഡ് ചെയ്യാം. നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച താറാവ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അത്ര കുറവ് വെള്ളം ഒഴിച്ചിട്ട് അതിന് വന്ന നെയ്യും വെള്ളമൊക്കെയാണിത്. ഇതൊന്ന് വറ്റട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് 2-ാം പാൽ ആഡ് ചെയ്യാം, എന്നിട്ട് 1-ാം പാൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ താറാവ് കറി ഇവിടെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് വറ്റുമ്പോൾ നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം.
നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ബ്രോയിലർ താറാവായതുകൊണ്ടാവുന്നു. നമ്മൾ ബ്രോയിലർ ചിക്കൻ ആണെങ്കിലും വെക്കുമ്പോൾ അതിന് തന്നെ വെള്ളം വരില്ലേ, അങ്ങനെ വെള്ളം വന്നതാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്കത് വറ്റിയ ഉടനെ നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ നമുക്കൊന്ന് ആഡ് ചെയ്യാം. പറ്റി വരുമ്പോൾ നമുക്ക് 1ാം പാൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 2ാം പാൽ ഒഴിച്ച താറാകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1ാം പാലും ആഡ് ചെയ്യാം. അപ്പോൾ ഇത് കുറുകിയിട്ടുണ്ട്, നമുക്ക് കാണാം. ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കി, എല്ലാം കറക്റ്റാണ്. നമുക്കിതിലേക്ക് 1ാം പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ടൊന്ന് ഇതായി വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് 1ാം പാലും കൂടെ ഒന്ന് ആഡ് ചെയ്യണം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച ഉടനെ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ താറാവ് മപ്പാസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ താറാവ് മപ്പാസ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് കോമ്പിനേഷൻ വെച്ചിരിക്കുന്നത് ഇടിയപ്പമാണ്. അപ്പത്തിൻ്റെ കൂടിയും നന്നായി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്മസ് ടൈമിനും ന്യൂ ഇയറിലൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു തരം വിഭവമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്രജി ടൈംസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.